വയനാട് മാനന്തവാടി കൊയിലേരിയിൽ PWD കഴിഞ്ഞ ദിവസം റീടാറിംഗ് പണി പൂർത്തിയാക്കിയ റോഡിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ചേമ്പ് നട്ട് പ്രതിഷേധം. മുൻപ് ഗതാഗതയോഗ്യമായിരുന്ന റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ ടാറിംഗ് മൂലം ഇപ്പോൾ ദുരിതത്തിലായി എന്നതാണ് പരാതി. ദീപക് മോഹനുണ്ട് സ്ഥലത്ത് നിന്ന്. വൃത്തിയായിട്ട് കിടന്ന റോഡ് ടാറിംഗ് ചെയ്ത് അലങ്കോലമാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു പരാതി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എന്താ സംഭവം എന്ന് നമുക്ക് ദീപകിനോട് ചോദിക്കാം. ദീപക്, എന്താ സംഭവം? ടാർ ചെയ്തത് കുറച്ചുകൂടി വൃത്തിയാക്കാനല്ലേ, അത് കൂടുതൽ വൃത്തികേടായോ? ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 17 വർഷങ്ങൾക്ക് മുൻപ് നാദ് കൺസ്ട്രക്ഷൻ പണി പൂർത്തിയാക്കിയ പ്രധാന റോഡാണ്. കൊയിലേരിയിൽ നിന്ന് പയ്യമ്പള്ളിയിലേക്കും ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവാദ്വീപിലേക്കും കർണാടകയിലേക്കും ഒക്കെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡായിരുന്നു. നല്ല ഗതാഗത യോഗ്യമായ റോഡാണ്. നമ്മളൊക്കെ സ്ഥിരമായി ഈ മേഖലയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അന്നൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള റോഡാണ്. ഒരുപാട് വർഷം ഒരു പ്രശ്നവും ഇല്ലാത്ത റോഡായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് PWD എത്തി ഈ റോഡിന് മുകളിൽ പിന്നീട് മറ്റൊരു ലെയറിംഗ് ടാർ ചെയ്തത്. ആ ടാർ ചെയ്ത മേഖലയിലാണ് ഏകദേശം 4 കിലോമീറ്ററോളം ഇത്തരത്തിൽ പൊളിഞ്ഞു കിടക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ റോഡിൽ ചേമ്പ് നട്ട് പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കാനായി 4 കിലോമീറ്ററിലധികം ഫണ്ട് വകയിരുത്തിയിട്ടാണ് PWD നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് എന്താ ചേട്ടാ സംഭവിച്ചു? ഇപ്പൊ എന്താ സ്ഥിതി? ഇത് കഴിഞ്ഞ 4 ദിവസമായി ഇപ്പോൾ ഈ വർക്ക് തുടങ്ങിയിട്ട് 4 ദിവസമായിട്ട് ഇവർ ചെയ്യുന്നതിടെ മുഴുവൻ പൊളിഞ്ഞു പോവുകയാണ്. ഒന്ന് അതിന് കറക്റ്റായിട്ടുള്ള തിക്നെസ് ഇല്ല, 5 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ വിജിലൻസിന്റെ ആൾക്കാരോ ആരൊക്കെ പരാതി കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരുന്നു. അത് ചെയ്ത് പൊളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് 5 സെന്റിമീറ്റർ കൂടെ അതിന് പകുതി പോലും ഇല്ല. അതായത് അരുൺകുമാർ, ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് കാരണം ഇത് റോഡും ഈ ടാർ ചെയ്ത ഭാഗവുമായിട്ടുള്ള അകലമാണ്. ഇതൊക്കെ അതായത് കഴിഞ്ഞ ദിവസം ടാർ ചെയ്ത സ്ഥലമാണ്. ഈ സ്ഥലത്തെ ടാർ ചെയ്തതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ. കൈകൊണ്ട് നമുക്ക് കേക്കൊക്കെ പറിച്ചെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ ടോർ. ഇതിന് അടിഭാഗത്ത് കാണുന്ന സ്ഥലമാണ് മുൻപത്തെ ടാർ ചെയ്ത സ്ഥലം. അത് നല്ല റോഡായിരുന്നു. പക്ഷെ പിന്നീട് റോഡ് ടാറിങ് ചെയ്തതിനെ തുടർന്ന് വലിയ ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് അപകടത്തിൽപ്പെടാറുണ്ട്. മുകൾ ഭാഗത്ത്, അതായത് റോഡ് ടാറിങ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ മുകൾ ഭാഗത്ത് മുഴുവൻ റോഡിന്റെ കല്ല് ചിതറി കിടക്കുന്ന ഒരു സാഹചര്യം. എന്താ ആളുകളുടെ അവസ്ഥ? എന്താ ആളുകൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ബൈക്കുകാർ വീഴുന്നൊരു കണ്ടീഷനാണ്. മൊത്തം കല്ലുകളെല്ലാം ടാർ ചെയ്ത കല്ലുകളെല്ലാം മേളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കല്ലുകളെല്ലാം ആ വളവിലൊക്കെ വളരെ മോശമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ മോശമായിട്ടാണ് PWD ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. റോഡിന്റെ ഈ ഭാഗത്തൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് വളരെ അശാസ്ത്രീയമായി തന്നെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയതെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ ബന്ധപ്പെട്ട ഇവിടുത്തെ ജനപ്രതിനിധികളോട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് വലിയ പ്രശ്നമുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ പ്രശ്നത്തിലാണ് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. എന്താണ് ചേട്ടാ ഇപ്പോൾ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ നിങ്ങൾ ആളുകളോട് സംസാരിച്ചത്? ഇത് ഒരു 1.5 വർഷമായി പണി തന്നെ തുടങ്ങിയിട്ട്. ഇവിടെ എൻ്റെ വീടൊക്കെ റോഡിന്റെ സൈഡാണ്. ഈ പൊടിയൊക്കെ അടിച്ച് ഞങ്ങൾ ശ്വാസം മുട്ടും എല്ലാം പിടിച്ച് ആകെ. റോഡിന്റെ പണി എത്രയും വേഗം, ഇനി എന്താണ് ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൻ്റെ റോഡിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതായത് ഇത് പൊളിച്ച് മാറ്റണം എന്നാണോ, അതോ ഇതിന് മുകളിൽ വേറെ റീടാറിംഗ് ഒന്നും കൂടി ചെയ്യണമെന്നാണ്? എന്താ പറയുക? ഇത് പൊളിച്ച് നീക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിന്റെ പുറത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇത് വൃത്തിയായിട്ട് അടിവശം എമൽഷൻ അടിച്ച് വൃത്തിയായിട്ടില്ല. പിന്നെ അതിന്റെ പൊടിയോ കാര്യങ്ങളോ ടാറിങ്ങിന്റെ കുറവ് കൊണ്ടാണോ അതോ ശാസ്ത്രീയമാണോ? ഇത് അശാസ്ത്രീയമായി ചെയ്തതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം. കാരണം ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും ഇത് ഒന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അഴിമതി കാണിക്കാം എന്നുള്ളത് മാത്രമാണ്. ശരി, അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ നമുക്കറിയാം പല മേഖലകളിലുമുള്ള ഗ്രാമീണ റോഡുകൾ അടക്കം ടാറിങ് ചെയ്ത് പണിയൊക്കെ പൂർത്തിയാക്കാറുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിലൊരു ഗിമ്മിക്ക് കാണിച്ച് ഇവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ ദുരിതത്തിലാക്കരുത് എന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഇതിന് കൃത്യമായൊരു പരിഹാരം PWDയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അരുൺ, ഓക്കെ, താങ്ക് യു ദീപക്. ഞാൻ മറ്റൊരു വാർത്തയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്തയുണ്ട്. ഞാൻ ആ വാർത്തയിലേക്ക് വരാം അല്പസമയത്തിനുള്ളിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ റോഡ് ടാർ ചെയ്തത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കേക്ക് പോലെ ഇങ്ങനെ അടർത്തിക്കൊണ്ട് പോവുകയാണ്. ചില ആളുകളുടെ മുഖത്തൊക്കെ ഈ മേക്കപ്പ് ഇടുന്ന കണ്ടിട്ടുണ്ട്, ഈ സിനിമാ താരങ്ങളിലെ സീരിയൽ താരങ്ങളിലേക്ക്, എല്ലാവരെയും അല്ല. അപ്പോൾ ചിലരുടെയൊക്കെ മുഖത്ത് ആ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതിനേക്കാൾ കുറച്ചുകൂടി സാധനം ഇടും. അത്രയും പോലും പുട്ടിയടിച്ചിട്ടില്ല ഈ റോഡിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് കഥ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ബാക്കി പണം എങ്ങോട്ട് പോയി? കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറയുന്നത് പോലെ നാട്ടിലെ റോഡ് നാട്ടുകാരുടെ പണം അടിച്ചുകൊണ്ട് പോകാൻ ചില കോൺട്രാക്ടർമാരും. ഇതാണ് അവസ്ഥ. അപ്പോൾ പഴയ റോഡ് കുറച്ചുകൂടി വൃത്തിയായിരുന്നു, ടാർ ചെയ്ത് നശിപ്പിച്ചു. എന്താ പറയുക?